നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ടൗണിൽ മിഠായി തെരുവിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്. ഇനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ കാര്യമായിട്ടുള്ളത്. പിന്നെ അതാ തമിഴ്നാട് സാമ്പാർ ആണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ഫേവറേറ്റ്. ഇപ്പോൾ ഇത് തന്നെ മതി എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അത് ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്, റീൽസായിട്ട് ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ച് മൈസൂർ പരിപ്പുണ്ടല്ലോ, മൈസൂർ പരിപ്പും പിന്നെ സാധാ പരിപ്പും കൂടി എടുത്ത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 2-3 പച്ചമുളകും ഒരു വലിയ തക്കാളിയും പിന്നെ അതാ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതും പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ അതാ പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ചധികം വെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവണം കേട്ടോ അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 വിസിൽ വരുത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോഴേക്കും നല്ലോണം വെന്തിട്ടുണ്ട്. മൈസൂർ പരിപ്പ് നല്ല വെന്തലിയുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വെച്ചാൽ ഇവിടെ കാക്കാണ് ഇപ്പോൾ സാമ്പാറിന് കുറ്റം പറയുന്ന ആൾ. അപ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇപ്പോൾ സാമ്പാർ വെക്കുന്നത്. അപ്പോൾ കാക്ക പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ്. പിന്നെ അതാ മോളെ കഷായം കഴിഞ്ഞ് ഇപ്പോൾ മുക്കിടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറൊരു കഷായമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ ഗ്യാസുമ്മലാണ് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. പിന്നെ ഒന്ന് ഇഡ്ഡലിക്കാണ് ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ എടുത്തത് മുരിങ്ങക്കായ, വെള്ളരി, പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആ റീൽസിൽ ഞാൻ മുരിങ്ങക്കായ ഇട്ടിട്ടില്ലേനി, പിന്നെ അതേപോലെ വെണ്ടയ്ക്ക് ഇട്ടിട്ടില്ലേനി കേട്ടോ. അതൊക്കെ ഇതിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ പഴം പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മോൾക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ല കേട്ടോ പഴം കോഴിമുട്ടി ഒന്നും തിന്നണ്. എങ്ങനെയോ നിർബന്ധിച്ച് ചീത്തൊക്കെ കേട്ടിട്ടാണ് ഇപ്പോൾ അവൾ രാവിലെ കഴിക്കുന്നത്. പിന്നെ അത് ഇഡ്ഡലിക്കുള്ള മാവ് നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഞാൻ സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നല്ലോണം ഒന്ന് പൊങ്ങി വെന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല വലിയൊരു ചൂടുള്ള കാലാവസ്ഥ അല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി രാത്രി ഒരു 7 മണി എൻ്റെ മുന്നേ തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് നേരം വൈകിപ്പോയി. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി അരച്ച് വെക്കുമ്പോൾ രാത്രി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പൊങ്ങി വരാത്തത്. പക്ഷേ ഞാൻ ദോശ ചുട്ടിട്ട് നല്ല റെഡിയായി വരുന്നുണ്ട്, പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി പക്ഷേ ഇഡ്ഡലിക്ക് നല്ല ഇതിൽ വരണമല്ലോ. അങ്ങനെ അതാ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ അത് നന്നായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഇഡ്ഡലി. അപ്പോൾ അതാ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുകും നമ്മൾ സാമ്പാറിൻ്റെ ബാക്കിയുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം കായം ഞാൻ പരിപ്പിലിട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് അതിലിട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇതിലിടണതല്ല, പരിപ്പിൽ തന്നെ ഇടുന്നതാണ് നല്ലത്. ഒരു കഷ്ണം കായം, സാമ്പാർ പൊടി ഇടുന്നുണ്ട്, എന്നാലും ഒരു കായത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് വെക്കുമ്പോൾ നല്ലതാണ്. പിന്നെ അതാ ഒരു വെല്ലുള്ളി ഉണ്ടല്ലോ, അത് അതേപോലെ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ, നല്ലോണം വെച്ചാൽ നല്ലോണം. പിന്നെ അത് ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെ കയ്യിലുള്ള അത്രയും വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു പറയുന്നത് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും വേണ്ടെന്നാണ്. മസ്റ്റാണ് വഴുതനങ്ങ, മുരിങ്ങക്കായ ഒക്കെയാണെന്നാണ് പറയുന്നത്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് മതി. പക്ഷേ ഇവിടെ പച്ചക്കറി കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അതും കൂടി കുറച്ചും കൂടി എടുത്തത്. പിന്നെ ഇവിടെ കുറച്ച് ആളും ഉണ്ടല്ലോ, കുറച്ച് പോരല്ലോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് ഈ വെണ്ടക്ക മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അത് ആ പരിപ്പിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷേ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ചല്ല ഇട്ട് ആദ്യം പരിപ്പിൽ. പിന്നെ അതിലേക്ക് അതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതാ സാമ്പാർ പൊടി, ഇത് സാമ്പാർ പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. എനിക്കതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ആ ഒരു താല്പര്യമുള്ളൊരു സാമ്പാർ പൊടിയാണ്. ഈസ്റ്റേണിനേക്കാൾ ഇഷ്ടം ബ്രാഹ്മിൺസാണ്. പിന്നെ അതാ മല്ലിപ്പൊടി, ഇത് പച്ചമല്ലിപ്പൊടിയാണ് കേട്ടോ. ഞാൻ സ്റ്റൂ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ ഞാൻ കവറോട് കൂടി തന്നെ വെച്ചത്. അപ്പോൾ സ്റ്റൂവിലേക്ക് ഒന്നുകൂടി നല്ലത് ഈ പച്ചമല്ലിപ്പൊടിയാണല്ലോ, അതുകൊണ്ടാണ് ഇട്ടുന്നത്. വറുത്തതിൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുണ്ടല്ലോ, ഏലക്കായും പട്ടയൊക്കെ ഇട്ട് അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് സാമ്പാറിലേക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പച്ച മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. വറുത്തതല്ല കേട്ടോ അത്. പിന്നെ അത് നല്ലോണം ഒന്ന് ആ പൊടിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ അത് നമ്മൾ നേരത്തെ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപ്പുണ്ടല്ലോ, ഇതാ നല്ല സെറ്റായി നല്ല രീതിയിൽ വന്നിക്കണം കേട്ടോ. അങ്ങനെ വരണം, അങ്ങനെ ആവണം എന്നാണ് അവർ പറയുന്നത്. അവർ നമ്മുടെ വീട്ടിൽ മോളെ കുളിപ്പിക്കാൻ വരുന്ന ആ ഒരാളാണ് കേട്ടോ പറഞ്ഞത്. അതാണ് തമിഴ്നാട് സാമ്പാർ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഫാനായി. അപ്പോൾ ഇനി പിയാപ്പിളായാലും മോളായാലും ഇക്കാക്കായാലും ഒക്കെ നല്ല അഭിപ്രായം കേട്ടോ പറയുന്നത്. പിന്നെ അതാ പാത്രം നമ്മൾ ഈ വെജിറ്റബിൾസ് വാട്ടിയിട്ടുള്ള ഒരു പാത്രത്തിലുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിന്നെ പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ്. പുളി ഇവിടെ കുറച്ചധികം പറ്റൂല കേട്ടോ.
ഭയങ്കര പുളി പറ്റൂല, കുറച്ച് നേരിയ പുളി, ഒത്തിരി പുളി കൂടിയാൽ കാക്കറിയോ പുളി പുളി എന്ന് പറയും. ഞമ്മക്കാണെങ്കിൽ പുളി എരിവൊക്കെ വേണം, പക്ഷെ ഇക്കാക്ക് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കുറച്ച് പുളി അറിയാൽ പിന്നെ ആ സാമ്പാർ കഴിക്കാനേ വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ പാകത്തിന് പുളിയാണ് നല്ല സാമ്പാറാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസ് കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ, ഒരുപാടായി പോകും വേണ്ട. കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അതൊക്കെ കൂടിയിട്ട് ആ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പുളി വെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഒരൊറ്റ വിസിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ പുളി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വെജിറ്റബിൾസ് അങ്ങനെ വെന്തുടയൂല. ഒരുപാട് വിസിലാവേണ്ട, ഒരൊറ്റ വിസിലാണ് കേട്ടോ വരുത്തിയത്. കുറേ വിസിൽ വന്നാൽ എന്താ വെച്ചാൽ അത് അലിഞ്ഞു പോകും. പക്ഷേ സാമ്പാർ വെക്കുമ്പോൾ അത് അലിയണത് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. പിന്നെ അതാ നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ സാമ്പാർ. പിന്നെ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ആയതുകൊണ്ട് തന്നെ കുശാലേന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചട്നിയൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി കുറേ ബാക്കി ഉണ്ടാവും കേട്ടോ വൈകുന്നേരം വരെ. പിന്നെ എന്താ ലാസ്റ്റ് ആ ഒരു വിസിലൊക്കെ വരുത്തി ഒക്കെ പോയതിൻ്റെ ശേഷം, അതിൻ്റെ ഇതൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിതാ പിന്നെ കുറച്ച് മല്ലിയില കൂടി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, ഇനി വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കല്ല, നല്ല ടേസ്റ്റുള്ള സാമ്പാറാട്ടോ. അപ്പോൾ ഒരുപാട് കുറുകി പോകണ്ടെന്നാണ് ഞാൻ കൂട്ടിയപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഭയങ്കര കുറുകിയിട്ടാണ് അവർ പറയുന്നത്, കുറുകിയിട്ടാണ് ഉണ്ടാകുക, വെള്ളം പോലെ ഉണ്ടാവില്ല എന്ന്. നമ്മളെ സാമ്പാർ ശരിക്കും ഒരിത്തിരി ലൂസായിട്ടല്ലേ ഉണ്ടാകുക, അതങ്ങനെ വേണ്ടാന്നാണ് കേട്ടോ അവർ പറയുന്നത്. പിന്നെ അതാ പാവ കാണാതെ ഞാൻ ഓനെ വീഡിയോ എടുത്തത് എനിട്ടോ ഇഷ്ടമില്ല, മക്കൾക്ക് തീരെ ഇഷ്ടമില്ല, മനുവിനും വാവക്കൊന്നും തീരെ ഇഷ്ടമില്ല ഈ പിന്നെ വീഡിയോ എടുക്കുന്നത്. എന്നാലും ഞാനോലെ എടുക്കൂ. ഞാൻ എന്താ പറയുക വെച്ചാൽ ഞാൻ നിങ്ങളെ ഉമ്മയാണ്, എനിക്ക് എടുക്കാനുള്ള അവകാശമുണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കൽ. പിന്നെ അതാ മോൻ്റെ മുടികളിച്ചിലിൻ്റെ തലേന്ന് ഉമ്മ വന്നിട്ടുണ്ടേനി കേട്ടോ, തലേന്ന് രാത്രി. അപ്പോൾ അന്ന് ഉമ്രക്ക് പോണ മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചില്ലേ ഉമ്മ ഈ കർമൂസ ചെറുതാക്കി അരിഞ്ഞിടണത്. ആ കർമൂസ അന്ന് ഉമ്മ എന്നെ ഉപ്പിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഉമ്മ വന്നപ്പോഴാണ് 3 മാസത്തിന് ശേഷമാണ് കേട്ടോ ആ ഒരു കർമൂസ എടുത്ത് അച്ചാറിട്ട് തന്നിട്ടുണ്ടേനി. അതാണ് കേട്ടോ അപ്പോൾ കാണിച്ച കുപ്പിയിലുള്ളത്. പിന്നെ അത് അതിലേക്ക് നിന്ന് സാമ്പാറാട്ടോ ഉച്ചക്കിലേക്കും കൂടി ഉണ്ടായിന്. ബാക്കി രാത്രി മീൻ കറിയൊക്കെ വെക്കൽ പിന്നെ നിർബന്ധമാണ്. പിന്നെ അത് എല്ലാ വെജിറ്റബിൾസും കൂടി ക്യാബേജും ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നത്. ഇക്കാക വരുന്നവരെ കാത്തുന്ന ഒരു 12:30 ആയപ്പം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല, മിഠായിത്തെരുവിൻ്റെ അറ്റത്താണ് കേട്ടോ. ആ ഒരു 2ാം ഗേറ്റിൻ്റെ ഒക്കെ ആ ഭാഗത്തേക്കായിട്ട് വരും. എന്താ പറയുക, ഓടിൻ്റെ പിച്ചള എന്നൊക്കെ പറയില്ല, ഓട് പിച്ച, അതിൻ്റെ ഒക്കെ പാത്രങ്ങളൊക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ വെക്കുന്ന കടകളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഫസ്റ്റിൽ ഞങ്ങൾ കയറിയത് ഈ ഒരു പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന കടയിലേക്കാണ്. അപ്പോൾ എനിക്കൊരു വിളക്ക് വേണമെന്ന് നിർബന്ധമുണ്ട്, ഇനി ഒരു ഓടിൻ്റെ വിളക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച പഴയത് നോക്കിയിട്ട് അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ പോളിഷ് ചെയ്യാം. അത് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞ മാതിരത്തെ ആ ഒരു വിളക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ഇതിന് 350 400 പറഞ്ഞത്. പിന്നെ അത് പഴയ സ്ഥിരിപ്പെട്ടിയും ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ, പഴയ സ്ഥിരിപ്പെട്ടി. അപ്പോൾ ഞാൻ കകനോ പറയാൻ അവിടെ കണ്ടപ്പോൾ സ്ഥിരിപ്പെട്ടി പഴയതുണ്ട്, നമുക്ക് എടുത്താൽ മതിയേനി. അപ്പോൾ സ്ഥിരിപ്പെട്ടിക്ക് 750 കിട്ടും കേട്ടോ അവിടെ കൊടുത്താൽ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ 350 400 കണ്ടിട്ടൊരു സുഖം കിട്ടിയില്ല, അപ്പോൾ അവിടെ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞാൻ കാര്യമായിട്ട് ഇപ്പോൾ വന്നത് ഉരുളി വാങ്ങാനാണ്. ഓടിൻ്റെ ഉരുളിയല്ല, ഇൻഡാലിയത്തിൻ്റെ. ഓടിൻ്റെ ഉരുളിക്ക് 6000 7000 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓടിൻ്റെ എല്ലാം ഇൻഡാലിയത്തിൻ്റെ ആകുമ്പോൾ ഈ കാരക്കലേഹം വരക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ തന്നെ വരക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കയറിയതാണ്. അപ്പോൾ ഓരോ പീടിയെ കയറിയപ്പോൾ ഒക്കെ ഓരോ വിലയാണ് കേട്ടോ. ആ അറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഓരോ കടയിലും കയറണം. അതാണ് ഞാൻ കാക്കൻ തന്നെ കാത്തുനിന്നാണ്. ഞാൻ ഏതാണോ ഫസ്റ്റ് പീടിയെ കയറുക അത് എനിക്ക് അന്ന് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ അവിടെ നിന്ന് വാങ്ങി പോരുക. പക്ഷേ ഇക്കാക്കാകുമ്പോൾ 3-4 കടയിൽ കയറിയിട്ട് വിലൻ്റെ വ്യത്യാസമൊക്കെ നോക്കിയിട്ടേ വാങ്ങാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാക്കനാണ് നിങ്ങൾ എന്തായാലും പോരിയെന്ന്. അപ്പോൾ കുറേ ഓടിൻ്റെ പാത്രം ഓടിൻ്റെ ഉരുളിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്നെ മോഹിപ്പിച്ചിട്ട് ആ ഓടിൻ്റെ ഉരുളി. ഇക്കാക്കല്ലെങ്കിൽ ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും പിന്നെ 1000 2000 ആരോടെ കട ആക്കിയിട്ടെങ്കിലും ഞാൻ ആ ഉരുളി വാങ്ങും. എനിക്ക് ഓടിൻ്റെ ഉരുളിയാണ് ഇഷ്ടമായത്. പക്ഷേ നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ ഓടിൻ്റെ ഉരുളി ആവശ്യമില്ലല്ലോ. അപ്പോൾ കാക്ക ഞങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രമായി. ഇതിങ്ങനെ തൊട്ട് ഉഴിഞ്ഞു കൊടുക്കണുണ്ടാവും പറഞ്ഞപ്പോൾ ചീത്ത കിട്ടും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉരുളി വാങ്ങിട്ടോ. ഉരുളി ഞങ്ങൾ ലാസ്റ്റ് കാണിച്ചു തരാം. വീട്ടിൽ ചോറും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഞങ്ങൾ ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോഴേക്കും 2:30 മണിയായിട്ടുണ്ട്. പിന്നെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് സമയമാകും വിചാരിച്ചിട്ട് ഇക്കാക്ക സാധാ ചോറും വാങ്ങി, ഞാൻ ഒരു ഹാഫ് ബിരിയാണി വാങ്ങിട്ടോ. ബിരിയാണി എന്നൊക്കെ ഒരു പേര് തന്നെ ഉള്ളൂ, ഒരു ടേസ്റ്റും ഇല്ലേനി. ആ റൈസാണെങ്കിൽ വെന്തിട്ടും ഇല്ലേനി.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഈ ഉരുളി പിന്നെ എനിക്ക് ബീഫ് വരട്ടാനും നിങ്ങൾ ഓർഡറൊക്കെ ഉണ്ടാവുമല്ലോ, ചിക്കൻ കറി വെക്കാനും അങ്ങനത്തേനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള പാകത്തിനുള്ള ഉരുളി കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 1800 1800 ആയിട്ടുള്ളൂ. 3 കിലോനാണ് തോന്നുന്നുണ്ട്. കാക്ക നോക്കിയത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മ ഇട്ടില്ല കേട്ടോ. പൈസ ഞാൻ കൊടുത്തതിനോണ്ട് അത് എനിക്ക് ഓർമ്മ ഉണ്ട്. 1800 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉള്ള നമുക്ക് ആവശ്യത്തിനുള്ള പാകമുള്ള ഒരു ഉരുളിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ബീഫിനൊക്കെ ഓർഡർ കിട്ടുമ്പോൾ, ബീഫ് വരട്ടിയതിനൊക്കെ ഓർഡർ കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ഉരുളി വേണ്ടി. ഇനിയിപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ഉണ്ട് ഓടിൻ്റെ ഉരുളി, അതൊക്കെ പോയി ഇനി വാങ്ങണ്ടേ വെച്ചിട്ട്. പിന്നെ ഞാൻ വേറൊരു കടയിൽ കയറിയപ്പോൾ വിളക്ക് വാങ്ങിട്ടോ. ഇതിപ്പോൾ എന്തിനാപ്പോൾ വിളക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇക്കാക്കും ചോദിച്ചു എന്തിനാപ്പോൾ വിളക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ അറിയില്ല, വിളക്ക് അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ തീ കത്തിച്ച് കൊണ്ടുപോകണം. ഈ ഗ്യാസും കത്തിച്ചിട്ടാണ് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകല്. തീപ്പെട്ടി വാങ്ങിയാൽ എപ്പോഴും നിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു വിളക്ക് കിട്ടിയാൽ ഇങ്ങനെ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയല്ലേ ഓടിൻ്റെ വിളക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളക്ക് വാങ്ങിയതാട്ടോ. ഈ വിളക്കിന് 400 രൂപയായി. വലിയൊരു വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇന്ത്യയിലുണ്ടായിന് ആ ഒരു വറവിടുന്ന പാത്രം ഉണ്ടല്ലോ, ഇതിനെന്തോ ഒരു കടുക് എന്തോ ഒരു പേരാണ് ആ പീഡക്കാർ പറഞ്ഞത്. അപ്പം ഞാനത് വാങ്ങണമെന്ന് വിചാരിച്ചല്ല, കണ്ടപ്പോൾ വാങ്ങിയത്. ഓൾറെഡി ഞാൻ ഉപയോഗിക്കുന്ന ഒരു പാനുണ്ട് എൻ്റെ വറവിടണ. അതാണെങ്കിൽ അടുപ്പത്ത് വെക്കുമ്പോൾ നീ ചെരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നത്, 2 വർഷത്തിൽ മേലായി. ചെരിഞ്ഞാലും ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വറവിടൽ. എനിക്കിഷ്ടമാണ് ആ പാത്രം. അപ്പോൾ ഞാൻ എപ്പോഴും ആ വറവിടുമ്പോൾ വിചാരിക്കും പഠിച്ചോനെ അതെന്തെങ്ങനെ ചെരിഞ്ഞിരിക്കണം, ഒരു പാത്രം എനിക്ക് കിട്ടേണ്ടിനല്ലോ എന്ന്. അങ്ങനെയാണ് മോളെ കയ്യിൽ ഇങ്ങനത്തെ ഒന്ന് കണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, പ്യാപ്പിളിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ കണ്ടാലും ഒന്ന് വാങ്ങണം കേട്ടോ അങ്ങനത്തത് വറവിടണേ. അപ്പോൾ പിന്നെ എന്തോ വാങ്ങാൻ പ്യാപ്പിൾക്ക് ഓർമ്മ ഇട്ടിട്ടുണ്ടാവില്ല, സാധനം മുന്നിൽ കണ്ടിട്ടും ഉണ്ടാവില്ല. പിന്നെ ഇത് പോയപ്പോൾ ഇത് ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടതാണ് അവിടെ ആ ഒരു പിന്നെ ഇത് എന്താ പറയുക വറവിടുന്ന സാധനം. അത് ഞാൻ വേഗം വാങ്ങി. 150 റുപ്യാണ് കേട്ടോ. പഴയതില്ല, ആ ചെരിഞ്ഞ് നിൽക്കുന്ന അതിന് 100 രൂപ ആയിട്ട് ഇതിലെ ഒരു അമ്മ പോയപ്പോൾ, പിന്നെ അതിനോട് ഒരു പ്രായമുള്ള ഒരാൾ പോയപ്പോൾ ഒന്നും വാങ്ങണ്ടേ വിചാരിച്ചിട്ട് അന്ന് വലിയൊരാവശ്യമൊന്നും ഇല്ലേനി എനിക്ക്. എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ വറവിടുന്നുണ്ടേനി. അപ്പോൾ ഞാനൊരു വയസ്സായ സ്ത്രീയല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ 100 റുപ്യക്ക് വാങ്ങിയതേനി. പിന്നെ മണ്ണെണ്ണൊക്കെ ഒഴിച്ച് കത്തിച്ചിട്ടില്ല കേട്ടോ, തിരി ഇട്ടിട്ടില്ല. മണ്ണെണ്ണ ഒഴിച്ചെന്നേ ഉള്ളൂ. തിരി ഞാൻ തുണി വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വേണ്ട, പിന്നെ വിളക്കിൻ്റെ തിരി തന്നെ വാങ്ങാൻ വിചാരിച്ച് നിന്നതാണ്. പിന്നെ അതിൽ വറവിടുമ്പോൾ എന്തോ ഒരു മനസ്സമാധാനമല്ലേ. മോളോട് ഞാൻ അങ്ങനെ പറയേനി, മോളെ ഇതിൽ വറവിട്ടപ്പോഴേക്ക് എന്തോ ഒരു മനസ്സിനൊരു സുഖമെന്ന്. മറ്റേത് ചെരിഞ്ഞിക്കണതിനോട് അതിങ്ങനെ പിടിക്കണമല്ലോ ഒരു കൈ കൊണ്ട്. പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ മാവേലി പോയപ്പോൾ ഒരു പാക്കറ്റ് 250 ഗ്രാം മുളക് വാങ്ങിയിന് കേട്ടോ. അപ്പോൾ മുളക് വാങ്ങി എടുത്തു നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ചളിയൊക്കെ ഉള്ളതായി തോന്നുക, ഒരു മനസ്സമാധാനക്കേട്. ഇനിയിപ്പോൾ ഞാൻ ഞാനത് തുണി കൊണ്ടൊക്കെ തുടച്ചെടുത്താലും ഏത് കാലം തീരുന്ന വരെ ഞാൻ ചോദിക്കും പഠിച്ചോനത് കഴുകിയില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസം ഉണ്ടാവും. ഇപ്പം ഞാൻ കഴുകാതെ വെക്കുന്നത് സംഭവം വെയിലില്ലല്ലോ എന്നുള്ളതിലാണ്. ഞാൻ എന്തായാലും വേണ്ടിയില്ല രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ ആ മുളക് വെയിലത്തിട്ടിട്ടോ. ഭാഗ്യത്തിനന്ന് വെയിൽ കൊണ്ട്. പക്ഷെ വേറൊരു അബദ്ധം പറ്റി, പിറ്റേന്ന് അതാണ് പിന്നെ മഴ പെയ്ത് ഞാൻ ഓടി എത്തുമ്പോഴേക്കും അത് നനയുകയും ചെയ്തിട്ടോ. പിന്നെ പിറ്റേന്ന് നല്ല വെയിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഉണക്കാനിട്ട് ഉണക്കി. ഇപ്പോൾ അൽഹംദുലില്ലാ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ കുഞ്ഞു ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.